പ്രിയപ്പെട്ട നമസ്കാരം, ഞാൻ റാഫാണ്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു കോളനി എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഏകദേശം 200ഓളം ന്യൂ ഫേസുകൾ അണിനിരന്നുകൊണ്ട് അവരുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണിയെടുത്തും കടം വാങ്ങിയുമൊക്കെ സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് ഒരു ചെറിയ മൂവി ചെയ്യുകയുണ്ടായി. അതാണ് കോളനി. ഏകദേശം 20 ദിവസം കൊണ്ട് തീരേണ്ട മൂവിയായിരുന്നു. പക്ഷേ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളും കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു 3 വർഷത്തിലേക്ക് പോയി. അതിനുശേഷം തിയേറ്ററിലേക്ക് കൊണ്ടുവരണം എന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ ക്യൂബിൽ അപ്ലോഡ്, സെൻസർ, തിയേറ്ററിലെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ മിനിമം വേണ്ട ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇല്ലാത്ത വലിയൊരു കടക്കണിയിലേക്ക് ഈ ഒരു മൂവിയിൽ എത്തിയപ്പോഴത്തേക്കിനും അത് പരിപൂർണ്ണമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു സിനിമയുടെ 5.1 ആയിട്ടുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഡിയോ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു ക്വാളിറ്റിയും ഈ ഒരു സിനിമയിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മളത് തുറന്ന് പറയണം. കാരണം ഒരു മൂവി ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു മൂവി നമ്മുടെ ഒരു മൂവിയായിട്ട് കമ്പയർ ചെയ്തിട്ട് ആൾക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ തുറന്ന് പറയുക. പിന്നെ ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരുപാട് ന്യൂ ഫേസുകൾ നിങ്ങൾ വളർത്തിയെടുത്തവരാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ഒരു കാലത്ത് നമുക്കറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങളാണ് വളർത്തിയെടുത്തത്. ഒരുപാട് പോരായ്മകൾ അവർക്കും ഉണ്ടായിരുന്നു, മുൻകാല സിനിമകൾക്കും ഉണ്ടായിരുന്നു. എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഓഡീഷനൊക്കെ പോയി അലഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് വലിയൊരു ക്രൂസിലാണ് നമ്മുടെ ഈ ഒരു മൂവി തീർത്തത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു മേക്കിങ്ങോ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അത് ഇത്രത്തോളം ഒരു ക്രൗഡിനെ ഞാൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു കണ്ടീഷനായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മൂവി ഏകദേശം പൈസ ഇല്ലാതെ ഒക്കെ നിന്ന് പോയൊരവസ്ഥയിലും ബിജു മുനിപ്പാറ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പ്രവീൺ ചാലക്കുടി വഴി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഈ ഒരു മൂവിക്ക് വേണ്ടി ചെറിയൊരു വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സ്റ്റാർലി എന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്രത്തോളം ഫണ്ട് ആരുടെയും കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്നറിയാം. കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ ഗ്രേഡിംഗ് പ്രശ്നമുണ്ട്, 5.1 ഡബ്ബിങ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂസ് വീണ്ടും അത് അറിയാം, ഇങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും കളിയാക്കാനായിട്ടോ ഇൻസൾട്ട് ചെയ്യാനായിട്ടോ നമ്മളെ ഇൻബോക്സിൽ വരേണ്ട കാര്യമില്ല. വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങളെ നിങ്ങൾ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു തരാനും അതേപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളെയും വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂവി പയ്യന OTT-യിലാണ് റിലീസ് ആയത്. ഇന്നാണ് റിലീസ് ആയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം, കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ജെസ്സി ജോസ്, അനിത കാസർഗോഡ്, പിന്നെ സുമേഷ് പാലക്കാട്, അങ്ങനെ കുറേ ആൾക്കാർ നമുക്കിതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ പലയിടത്തും കടം വാങ്ങി ഇതൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു മൂവി പാക്കപ്പ് ആക്കാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കയറി കണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ സ്റ്റാറിൻ്റെ പടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് കുറവുള്ള ഈ ഒരു മൂവി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണണം. ഇവരെല്ലാം കൈപിടിക്കണം. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും എൻ്റെ കൂടെയുള്ള ഒരുപാട് ന്യൂ ഫേസുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂവി ചെയ്തത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സെലിബ്രിറ്റീസിന് കാല് പിടിക്കേണ്ടി വന്നു. അതായത് പാഷാണ ഷാജിയേട്ടൻ്റെ വീട്ടിൽ പോയി, മോളി ചേച്ചിയുടെ വീട്ടിൽ പോയി, രാജാ സാഹിബിക്കയുടെ വീട്ടിൽ പോയി, കോബ്ര രാജേഷിൻ്റെ വീട്ടിൽ പോയി, പ്രസീത ചാലക്കുടി എടുത്ത് ചെന്നു. അങ്ങനെ ഒരുപാട് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു മൂവി സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവരെയും കൂട്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു മൂവിയിലേക്ക് വിളിച്ചത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് നേരിട്ടു. കാര്യം ഭക്ഷണത്തിനായാലും റൂമിനായാലും ഒക്കെ. കാര്യം സാമ്പത്തികമില്ലാത്ത ഒരു മൂവി അതിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ അവർ ചെയ്തു. പക്ഷേ എങ്കിലും അവരത് തീർത്തു വന്നു. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ വിജയൻ മുരുക്കുമ്പുഴ, ഗിരീഷ് പെരിഞ്ചേരി, ഉഷ, ഷാനിബ, ജിബിന്, ബിജു, അഭിലാഷ് മൂവാറ്റുപുഴ, ഉവൈസ് കണ്ണു, അങ്ങനെ ഏകദേശം ഒരു 100-150 പരം നല്ല കഥാപാത്രങ്ങളുമായിട്ട് പല ആർട്ടിസ്റ്റുകളും 14 ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ മൂവി എന്ന് പറയാൻ എനിക്കിപ്പോൾ ഒക്കില്ല. കാര്യം അത്രത്തോളം പ്രശ്നങ്ങൾ ആ മൂവിയിലുണ്ട്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ഈ ഒരു പ്രോജക്റ്റ് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ പലർക്കും സിനിമയെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാര്യം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സ് കടന്നു പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നിരാശയായി പാതി വഴിയിലിടാതെ അത് ഒരുവിധം പൂർണ്ണമാക്കി നിങ്ങൾക്ക് തിയേറ്ററിൽ കളിക്കാൻ എന്തെങ്കിലും ദൈവം വിധി തരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങളേവരും ഈ മൂവി ഏറ്റെടുക്കണം. മാക്സിമം ഇതിനെ കയറി കണ്ട് പ്രോത്സാഹിപ്പിക്കണം. നല്ല നല്ല കമൻസുകൾ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ നല്ലൊരു ഉയർച്ച ഈ മൂവിക്കും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ മൂവിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മെമ്പേഴ്സിനും ഹൃദയത്തിൽ ചേർത്ത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവി ഭാവിയിൽ നല്ല ബഡ്ജറ്റോട് കൂടിയിട്ട് നല്ല ഒരു കണ്ടൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം എല്ലാ ഓഫീസുകളെയും കൂടെ കോർത്തിണക്കി അവർക്ക് വേണ്ടി എഴുതിയ ഒരു കഥയാണ്. പക്ഷേ ആ കഥയ്ക്ക് അനുസ്മൃതമായിട്ടുള്ള എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫണ്ടോ എനിക്ക് ഞങ്ങൾക്കാർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ ക്വാളിറ്റി ആയിട്ടും അല്ലെങ്കിൽ സൗണ്ടായിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ടായി. അപ്പോൾ അതൊക്കെ സാമ്പത്തികം വന്നാൽ തീർച്ചയായിട്ടും നികത്താൻ പറ്റും. അപ്പം ഒറ്റ അപേക്ഷയുള്ളൂ, ഈ ഒരു കൊച്ചു മൂവി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, എല്ലാവർക്കും നന്ദി.